ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിവിഷൻ പറഞ്ഞു. ഡിവിഷൻ നമ്പർ ലൈനിലെ ഡിവിഷൻ പറഞ്ഞു. വേർഡ് പ്രോബ്ലംസ് തുടങ്ങി വെച്ചു. സോൾവ് ദീസ് വേർഡ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് ഒരു 14 ക്വസ്റ്റ്യൻസിൽ 2 എണ്ണം പറഞ്ഞു തോന്നുന്നു അല്ലേ? 2 എണ്ണം പറഞ്ഞില്ലേ? നീലം ആസ്ക്ഡ് കൈലാഷ് ടു കീപ് 25 ബുക്സ്, അത് പറഞ്ഞല്ലേ? ഓക്കെ, നെക്സ്റ്റ് third question, page number 77. Page number 77. Third question. There were 6 children. There were 6 children. All of them wanted kites. In the kites, K-I-T-E-S, kites. മെഹറിന്റെ കൂടെയുള്ള ഷെഹസാദ് എന്താ ഇരിക്കാത്തെ? എന്ത് ചെയ്യാ അവിടെ? ഷെഹസാദേ അവിടെ ഇരുന്നേ. ക്ലാസ് ടൈമിൽ എഴുന്നേറ്റ് എന്താ പണിയെടുക്ക അവിടെ? ഓക്കെ, there were 6 children. All of them wanted kites. Kites എന്ന് വെച്ചാൽ എന്താ? K-I-T-E-S, kites. പട്ടം. പട്ടം പറത്തുന്നത് നിങ്ങൾ ടിവിയിൽ പരസ്യത്തിൽ കണ്ടിട്ടില്ലേ? കുറെ കുട്ടികളും ഒരു മുത്തശ്ശിയൊക്കെ കൂടിയിട്ട് പട്ടം പറത്തുന്ന പരസ്യം കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പൊ 6 കുട്ടികൾക്ക് പട്ടം വേണം പറത്താൻ വേണ്ടി. നമ്മുടെ ഈ നാട്ടിലാണ് പട്ടം പറത്തുന്നതൊന്നും ഇല്ലാത്തത്. പുറമേയുള്ള നാട്ടിലൊക്കെ പട്ടം പറത്തുന്ന കുട്ടികളുടെ മെയിൻ ആയിട്ടുള്ള ഒരു കളിയാണ്. അപ്പോ the shopkeeper had 36 kites. Shopkeeper had 36 kites. He distributed them equally among all the children. അയാൾ എന്ത് ചെയ്തു? ഈ 36 kites 6 കുട്ടികൾക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. How many kites did each child get? ഓരോ കുട്ടിക്കും എത്ര പട്ടം വീതമായിരിക്കും കിട്ടുക? 36 kites ഉണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് നോക്കാം. കണ്ടിന്യൂസ് ഡിവിഷൻ ആണെങ്കിൽ 36 kites ഉണ്ടായിരുന്നു. അതിൽ 6 പേർക്കും ഓരോന്ന് കൊടുത്താൽ ബാക്കി 30 ഉണ്ടാവും. അതിൽ നിന്നും പിന്നെയും 6 എണ്ണം വീതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ബാക്കി 24 kites ഉണ്ട്. പിന്നെയും 6 എണ്ണം വീതം ഉണ്ട്, കൊടുത്തു. ബാക്കി 18 kites ഉണ്ടാവും. പിന്നെയും 6 എണ്ണം വീതം കൊടുത്താൽ 12 kites ഉണ്ടാവും. ബാക്കി പിന്നെയും 6 എണ്ണം വെച്ച് കൊടുത്താൽ 6 kites ഉണ്ടാവും. ആ 6 എണ്ണം കൂടി കൊടുത്താൽ 0 kites ഉണ്ടാവും. അപ്പൊ നമ്മൾ എത്ര തവണ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്? 1 2 3 4 5 6 6 തവണ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? kites ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 36 divided by 6 is equal to 6. 36 divided by 6 is equal to 6. Okay, then next question. Ajay had 24 marbles. മിസ് ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ചെയ്ത് തരാം. നിങ്ങൾ ആൻസർ എങ്ങനെയാ കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിച്ചിട്ട് മിസ്സിന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, Ajay had 24 marbles. He distributed them equally among Salim, Paul and Sunil. എത്ര പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേ? സലീം, പോൾ, സുനിൽ 3 പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. 24 മാർബിൾസ് ഉണ്ടായിരുന്നു. 3 പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതായത് 24 ഡിവൈഡഡ് ബൈ 3. എത്ര ആൻസർ കിട്ടുന്നത്? ഒന്ന് ജസ്റ്റ് മെസ്സേജ് അയച്ചേ മിസ്സിന്. അനിഹേന്റെ ആൻസർ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടി ഒന്ന് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ആൻസർ അയച്ചു തന്നെ. 24 divided by 3. അനിഹ, ഷിഫാന. 24 divided by 3.
24-ൽ നിന്ന് 3 മൈനസ് ചെയ്ത് 0-ൽ എത്താൻ വേണ്ടി എത്ര തവണ 3 മൈനസ് ചെയ്യുന്നു നോക്കിയാൽ മതി. ഓക്കെ, ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട്. ഷിഫാന് 2 തവണ അയച്ചോ? അമന്നേന്റെ ഓക്കെ. ബാക്കി ആരും അയക്കുന്നില്ലല്ലോ. ടെസ്സ, ജുവൽ, നാഫി, ഫർഹ, ആൻസൺ, ഹൈഫ, അനഘ, മാളവിക, അജിത്, എറിക്, ശ്രീഹരി, മുഹമ്മദ്, ഹന്ന, മിൻഹാജ്, ഷിഹാസ്, ഫാത്തിമ, മെഹറിൻ, ഷഹസാദ്. എന്താ നിങ്ങളൊന്ന് ആൻസർ അയക്കാത്ത? ഓക്കെ, മാളവിക വന്നു, നാഫി, മിൻഹാജ്, ടെസ്സ. എത്ര കിട്ടിയേ? 8 അല്ലേ? ഓക്കെ, അപ്പൊ 24 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 8. വെരി ഗുഡ്. നെക്സ്റ്റ്, there are 36 mangoes in a basket. Fifth question, there are 36 mangoes in a basket. ഒരു ബാസ്കറ്റിനകത്ത് 36 മാങ്ങയുണ്ട്. 36 mangoes. Then Sarla distributed them equally among her 4 children. ഒരു അമ്മ എന്ത് ചെയ്തു? അവരുടെ 4 മക്കൾക്കായിട്ട് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ടോട്ടൽ എത്ര മാങ്ങ ഉണ്ടായിരുന്നു? 36 മാംഗോസ് ഉണ്ടായിരുന്നു. ആ 36 മാംഗോസും 4 ചിൽഡ്രൻസിന് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പൊ എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? 36 ഡിവൈഡഡ് ബൈ 4. എത്ര കിട്ടും ആൻസർ? ഇഫ്ര, അമന്ന, അനിഹ. ആൻസർ വന്നല്ലോ. ഷിഫാന, മാളവിക, ആൻസൺ, ടെസ്സ മറിയ, okay, 36 divided by 4 is equal to 36 divided by 4 is equal to, now feed the answer 9. Alle 36 divided by 4 is equal to 9. Then 6th question, there were 56 lilies in a garden. If there were 7 lilies in each row, how many rows of lilies were there in a garden? Question മനസ്സിലായോ? ഒരു ഗാർഡനകത്ത് 56 ലില്ലി പൂക്കളുണ്ട്. ഒരു റോയിൽ 7 ലില്ലീസ് ഉണ്ടെങ്കിൽ എത്ര റോ ആയിരിക്കും ഉണ്ടാവുക? 56 ഡിവൈഡഡ് ബൈ 7. അമന്ന, നാഫി, അനിഹ, ഷിഫാന, ഇഫ്ര. ഇത്ര പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചല്ലോ. ആൻസർ വെരി ഗുഡ്. 56 divided by 7 is equal to മാളവികയുടെയും ടെസ്സേന്റെയും അമന്നേന്റെയും ആൻസർ 6 ആണോ? സോറി, മാളവികന്റെയും ടെസ്സേന്റെയും ആൻസർ 8. അമന്നേന്റെ കുറച്ച് തെറ്റിപ്പോയല്ലോ. 56 divided by 7 എത്ര വരുന്നേ? 56 divided by 7 8. അമ്മനക്ക് 8 തന്നെയാണോ കിട്ടിയ? ടൈപ്പ് ചെയ്യുമ്പോൾ മാറിപ്പോയതായിരിക്കും അല്ലേ? അല്ല, എന്താ മോക്ക് എന്താ പറയാനല്ലേ? നാഫിൻ്റെതും തെറ്റിപ്പോയല്ലോ. എന്തുപറ്റി? ആഹാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇട്ടതല്ലേ? നിങ്ങളിങ്ങനെ പെട്ടെന്ന് ചെയ്താൽ എനിക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞു തരണ്ടേ? ക്വസ്റ്റ്യൻ പറയണ്ടേ? വേണ്ടേ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഇത് നിങ്ങൾ ഒറ്റക്ക് തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ കഷ്ടപ്പെട്ട് ക്വസ്റ്റ്യൻ എല്ലാം വായിച്ച് പറഞ്ഞു തരുന്നേ? ഹോംവർക്ക് ചെയ്യുന്നോ?
ഹോംവർക്ക് ചെയ്യാന്നല്ലേ? നിങ്ങൾ ഇത്ര ഫാസ്റ്റ് ആയിട്ട് ആൻസറും കണ്ടുപിടിക്കുന്നു മിസ് വിചാരിക്കുന്നുണ്ടോ? നാഫി ഇതാ ചെയ്തു അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ. ഞാനിവിടെ കഷ്ടപ്പെട്ട് ഓരോ ക്വസ്റ്റ്യനും വായിച്ച് അതിന്റെ മീനിങ് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നിങ്ങൾ തൊട്ടടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ പറയും. ഒരു കാര്യം ചെയ്തെന്നാല് 7 മുതൽ 14 വരെ 7 ക്വസ്റ്റ്യൻ, 7, 8, 9, 10, 11, 12, 13, 14 8 ക്വസ്റ്റ്യൻ. അതെല്ലാം ഹോംവർക്ക് ആയിട്ട് ചെയ്തോ. ഇവിടെ തന്നെ ആൻസർ എഴുതി വെച്ചാൽ മതി. ടെക്സ്റ്റ് തന്നെ ആൻസർ എഴുതിയിട്ട് മിസ്സിന് അയച്ചു തന്നാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കണ്ടല്ലോ? വായിച്ചു തരണോ? നിങ്ങൾ തന്നെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ വായിച്ചു തരുന്നേ? വെറുതെ സമയം കളയണ്ട. എന്നാ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് 7, 8, 9, 10, 11, 12, 13, 14 ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ടെക്സ്റ്റ് തന്നെ അതിന്റെ ആൻസർ എഴുതിയിട്ട് അയച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡിവിഷൻ ആസ് ഇൻവേഴ്സ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഡിവിഷൻ ആസ് ഇൻവേഴ്സ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മളിപ്പോ ഒരു ഡിവിഷൻ ഫാക്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു വിചാരിക്കാം. 3 into 8 is equal to എത്രയാ? 3 into 8 is equal to 24. 3 times നമ്മൾ 8 ആഡ് ചെയ്താൽ 24 കിട്ടും. അതുപോലെ 24ൽ നിന്ന് 3 times എത്ര തവണ 8 മൈനസ് ചെയ്താലാണ് നമുക്ക് 0 എത്തുന്നേ? 24ൽ നിന്ന് 24 മൈനസ് 8 16 minus 8 minus 8 0 എത്താൻ വേണ്ടി 24ൽ നിന്ന് നമ്മൾ എത്ര തവണ മൈനസ് ചെയ്യുന്നു 8നെ? 1, 2, 3. ആ 3 തന്നെയല്ലേ ഇവിടെ ഉള്ളത്? അതായത് 3 ടൈംസ് നമ്മൾ 8 ആഡ് ചെയ്തിട്ട് 24 കിട്ടുന്നു. അതേപോലെ 24ൽ നിന്ന് 3 ടൈംസ് 8 മൈനസ് ചെയ്തിട്ട് നമുക്ക് 0യിൽ എത്താൻ പറ്റും. അതായത് നമുക്ക് എന്ത് പറയാം? മൾട്ടിപ്ലിക്കേഷന്റെ നേരെ റിവേഴ്സ് ആണ് എന്ത് വരുന്നത്? ഡിവിഷൻ. 24നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടുന്നു. അതേപോലെ തന്നെ 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8ഉം കിട്ടും. 3 times 8 ആഡ് ചെയ്യുന്നതും 8 times 3 ആഡ് ചെയ്യുന്നതും 24 തന്നെയാണ്. അതേപോലെ തന്നെ 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 കിട്ടും. 24നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3ഉം കിട്ടും. അതായത് നമുക്ക് 3 നമ്പേഴ്സ് വെച്ചിട്ട് 2 മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട്സും 2 ഡിവിഷൻ ഫാക്ട്സും പറയാൻ പറ്റും. 3 നമ്പേഴ്സ്. ഇപ്പം ഫോർ എക്സാമ്പിൾ 3, 5, 15 ഈ 3 നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് ആദ്യം പറയാൻ പറ്റുന്ന 2 മൾട്ടിപ്ലിക്കേഷൻ ഫാക്ട്സ്. 3 into 5 is equal to 15. 5 into 3 is equal to 15. ഇനി പറയാൻ പറ്റുന്ന 2 ഡിവിഷൻ ഫാക്ട്സ് ഏതൊക്കെയായിരിക്കും? 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 എന്ന് കിട്ടും. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്നും കിട്ടും. ഇതാണ് 2 ഡിവിഷൻ ഫാക്ട്സ്. 15 divided by 5 is equal to 3. 15 divided by 3 is equal to 5. ആദ്യത്തേതിൽ നമ്മൾ എന്ത് ചെയ്തു? മിൻഹാജ് എന്താ വരച്ചിരുന്നേ? ഈ 15നെ നമ്മൾ
5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടി. നെക്സ്റ്റ് അതേ 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്നും കിട്ടി. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് ഡിവിഷൻ ഫാക്ട്സ്. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നേ? ഡിവിഷൻ ഈസ് ദി റിവേഴ്സ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇൻവേഴ്സ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ പേജ് നമ്പർ 79 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 79. അതിനകത്ത് എക്സൈസ് 2.2 കണ്ടോ? എക്സൈസ് 2.2 അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. കംപ്ലീറ്റ് ദ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഫാക്ട്സ്. 6 into dash is equal to 54. 6നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാ 54 കിട്ടുന്നേ? അതിന് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി നോക്കിയിട്ട് അതെല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. ആദ്യത്തെ ഒന്ന് മിസ് പറഞ്ഞുതരാം. 6 into 4 is equal to 54. 6നെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 54 കിട്ടുന്നത്. 6നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 54 കിട്ടുക? 1 6 is 6, 2 6 are 12, 3 6 are 18, 4 6 are 24, 5 6 are 30, 6 6 are 36, 7 6 are 42, 8 6 are 48, 9 6 are 54. അപ്പൊ 6നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 54 കിട്ടുന്നത്. അതേപോലെ 54നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ 54നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്താൽ 9 എന്നും കിട്ടും. ഇതുപോലെ ഒന്ന് എഴുതി വെച്ചേ. 6നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 54 കിട്ടുന്നു. 54നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 എന്നും കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ആ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. ആൻസർ പറയാം. സെക്കൻഡ് വൺ, 9 into dash is equal to 72. അതായത് 9 into 8 is equal to 72. Then 72 divided by 9 is equal to 8. രണ്ടാമത്തെ ആൻസർ 8. മൂന്നാമത്തേത് 7 into 7 is equal to 49. 49 divided by 7 is equal to 7. മൂന്നാമത്തെ ആൻസർ 7. നാലാമത്തേത് 10 into 5 is equal to 50. 50 divided by 10 is equal to 5. Last one, 3 into 7 is equal to 27. അതേപോലെ 27 divided by 3 is equal to 7. ശരിയാണോ എല്ലാവർക്കും? ശരിയാണോ? എല്ലാം ശരിയായവരൊന്ന് കൈപൊന്നിച്ചേ. ഒന്നും തെറ്റാതെ എല്ലാം ശരിയായവരൊന്ന് കൈപൊന്നിച്ചേ. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് നമ്മളിപ്പോ പറഞ്ഞു എന്താ പറഞ്ഞേ? മൾട്ടിപ്ലിക്കേഷന്റെ നേരെ ഇൻവേഴ്സ് ആണ് അല്ലെങ്കിൽ റിവേഴ്സ് പ്രോസസ് ആണ് ഡിവിഷൻ എന്ന് പറയുന്നത്. എന്താ മന്ന? 3 into 9 is equal to 27. ഓ സോറി മിസ്, അത് 21 വിചാരിച്ചിട്ട് പറഞ്ഞാണേ. 3 into 9 is equal to 27. 27 divided by 3 is equal to 9. സോറി ട്ടോ. താങ്ക് യു അമന്ന. ഇത് 21 പറഞ്ഞാട്ടോ. ഓക്കെ, 3 into 9 ആണേ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. 3 into 9, 27 divided by 3 is equal to 9. Then നമ്മൾ ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞത് എന്താ? മൾട്ടിപ്ലിക്കേഷന്റെ നേരെ ഇൻവേഴ്സ് ആണ് ഡിവിഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ചെയ്തത്, ഈ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാലോ?
ഇപ്പൊ എക്സൈസ് 2.2 ചെയ്തതിന്റെ തൊട്ട് മേലെ കണ്ടോ ഡിവിഷൻ യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്. അതിൽ 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഡിവൈഡ് 20/5. 20യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിന്റെ ആൻസർ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഡിവൈഡ് 20/5. അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി 5നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 20 കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. 20യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 5ന്റെ ടേബിളിൽ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 5നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 20 കിട്ടുന്നതെന്ന് നോക്കിയാൽ മതി. 5നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 20 കിട്ടുക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലേ? Therefore 20 divided by 5 is equal to 4. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തറവായിട്ട് പഠിക്കുക, എന്നാൽ മാത്രമേ ഡിവിഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നെക്സ്റ്റ് എക്സാമ്പിൾ 2 ഒന്ന് നോക്കിയേ. ഡിവൈഡ് 56/7. 56നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 56നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കുക. 7നെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 56 കിട്ടുന്നതെന്ന് നോക്കുക. ഏത് നമ്പർ കൊണ്ടാ? 8 കൊണ്ട് അല്ലേ? 7നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 56 കിട്ടുക. Therefore 56 divided by 7 is equal to 8. 56 divided by 7 is equal to 8. അടുത്ത ഈ ക്വസ്റ്റ്യൻസും കൂടി ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? എക്സൈസ് 2.2 ബാക്കി താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അതും കൂടി ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു പുതിയ ടോപ്പിക് എടുക്കാം. ഓക്കെ, അപ്പോ തൊട്ട് മുന്നത്തെ പേജ് നമ്പർ 77 ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും പേജ് നമ്പർ 79 എക്സൈസ് 2.2 ബാക്കിയുള്ള ബി ക്വസ്റ്റ്യൻസും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. എന്താ ഇറക്കിന് ചെയ്യാൻ പറ്റാത്തെ? എന്താ ഇറക്കേ, മടിയാണോ? സാരമില്ല, അത് നിങ്ങൾ ചെയ്തോട്ടോ. എളുപ്പമല്ലേ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയുമെങ്കിൽ അല്ലേ? അടുത്ത നിങ്ങളുടെ ക്ലാസ് എപ്പോഴാ? ചൊവ്വാഴ്ചയല്ലേ വരുന്നുള്ളൂ. 2 ദിവസം ഇല്ലേ? ഇന്നിപ്പോ ഉച്ചയായതേ ഉള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സമയമുണ്ട്, ഞായറാഴ്ച സമയമുണ്ട്, തിങ്കളാഴ്ചയും സമയമുണ്ട്, ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു 11:30 വരെ നിങ്ങൾക്ക് സമയമുണ്ട് ചെയ്യാൻ. അപ്പൊ തിങ്കളാഴ്ച രാത്രി ആകുമ്പോഴത്തേക്ക് മിസ്സിന് അയച്ചു തന്നാൽ മതി. ഇന്ന് തന്നെ തിരക്കിട്ട് അയക്കണ്ട, സാവധാനത്തിൽ ചെയ്യാം. തിങ്കളാഴ്ച രാത്രി ആകുമ്പോഴത്തേക്ക്, ചൊവ്വാഴ്ചക്ക് മുന്നേ തന്നെ മിസ്സിന് ഹോംവർക്ക് അയച്ചു തരാം. ഓക്കെ, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ ചെയ്യാൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ? ബൈ.